ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനം ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോയുടെ പിറവി തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 6-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിൻ്റെ ചൈതന്യത്തോടും നിരന്തരം ഹൃദയത്തിൽ മുഴങ്ങുന്ന സുഹൃത ജപത്തിൻ്റെയും അകമ്പടിയോടും കൂടെ നമുക്ക് ദൈവവചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ദിവസത്തിൽ നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളാണ്. സക്കറിയായെ പറ്റി തന്നെയാണ് നമ്മൾ ദൈവവചന വിചിന്തനങ്ങളിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. സക്കറിയായുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ഗ്രഹിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, ജനം സക്കറിയായെ കാത്തു നിൽക്കുകയായിരുന്നു. 22-ാമത്തെ വാക്യം എങ്ങനെയാണ്? പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്കറിയായ്ക്ക് കഴിഞ്ഞില്ല. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്കറിയായ്ക്ക് കഴിഞ്ഞില്ല. ശ്രദ്ധിക്കുക, പുറത്തു വന്ന സക്കറിയായ്ക്ക് ദൈവജനവുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൽ ഒരു വിള്ളൽ സംഭവിക്കുന്നു. എന്തുകൊണ്ട്? മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയത്തിൽ, സംസാരത്തിൽ, മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റത്തിൽ അവനൊരു വിള്ളൽ സംഭവിച്ചു. അതിൻ്റെ കാരണം അവനിലെ ആഴമായ ദൈവവിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടുള്ള കാരണമാണ്. ആഴമായ ദൈവവിശ്വാസത്തിൽ ഒരു കുറവ് ഉണ്ടായപ്പോൾ, ആഴമായ ദൈവവിശ്വാസത്തിൽ ഒരു കുറവുണ്ടായപ്പോൾ പുറത്തിറങ്ങി വന്ന സക്കറിയായ്ക്ക് ദൈവജനവുമായിട്ടുള്ള ആശയവിനിമയത്തിലും ഒരു കുറവ് സംഭവിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നത് വഴി മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം നന്നായിട്ട് ദൃഢപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സത്യമാണ്, ആത്മീയ രഹസ്യമാണ്. ദേവാലയത്തിലേക്കുള്ള യാത്ര തീർച്ചയായിട്ടും ദേവാലയത്തിന് പുറത്തുള്ള നമ്മുടെ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തും. അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ കുർബാന അർപ്പണത്തിൻ്റെ സമയത്ത് അതിസുന്ദരമായ ഒരു കാറസൂസ പ്രാർത്ഥന ചൊല്ലുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. സ്നേഹത്തിൻ്റെ ഐക്യം എപ്പോഴാണ് സംഭവിക്കുക? അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെയാണ് അത് സംഭവിക്കുക. ദേവാലയത്തിൽ ദൈവവിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന നദി എന്നിലേക്കൊഴുകും. ഞാൻ പുറത്തേക്കിറങ്ങി എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഇടപെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ സ്നേഹത്തിൻ്റെ ഐക്യം രൂപപ്പെടും. നമുക്ക് ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യാം. ആഴമായ ദൈവവിശ്വാസത്തോടെ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കാം. നിശ്ചയമായിട്ടും എൻ്റെ കുടുംബത്തിൽ സമാധാനം, എൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിലും സന്തോഷവും വാഴുക തന്നെ ചെയ്യും. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം. കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുത്തുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു, അങ്ങെൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.